നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് അഭിനയിച്ച പടങ്ങളിലെ കുറച്ച് വിശേഷങ്ങളായാലോ. ഇവർ എത്ര സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടെന്നറിയാമോ? ലീഡ് റോൾ, സപ്പോർട്ട് റോൾ, ക്യാമിയോ അപ്പിയറൻസ് എന്നിങ്ങനെ 55-ലധികം ചിത്രങ്ങൾ ഇവർ ഒന്നിച്ചിട്ടുണ്ട്. 1981 പുറത്തിറങ്ങിയ ഊതിക്കാച്ച് പൊന്നെന്ന ചിത്രത്തിലാണ് ആദ്യമായി ഇവർ ഒന്നിക്കുന്നത്. PK ജോസഫിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ശങ്കർ, പൂർണിമ ജയറാം എന്നിവരാണ് നായികമാരായി എത്തിയത്. എന്നാൽ പ്രധാന വിഷയത്തിലേക്ക് അവരെത്തിയത് 1982 പുറത്തിറങ്ങിയ പടയോട്ടം എന്ന ചിത്രത്തിലൂടെയാണ്. മലയാളത്തിലെ ആദ്യത്തെ 70mm ചലച്ചിത്രമാണ് പടയോട്ടം. പടയോട്ടം എന്ന ഈ ചിത്രത്തിൽ അച്ഛനും മകനുമായിട്ടാണ് ഇവരെത്തിയത്. ഇതേ വർഷം തന്നെ എന്തിനോ പൂക്കുന്ന പൂക്കൾ, സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം, ആ ദിവസം തുടങ്ങിയ ചിത്രങ്ങളൊക്കെ റിലീസാവുകയുണ്ടായി. ഇതിലൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അഹിംസ, സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം, നാണയം, അടിയൊഴുക്കുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ, അങ്ങാടിക്കപ്പുറത്ത്, ഇടനിലങ്ങൾ, കരിമ്പിൻ പൂവിനക്കരെ, കരിയിലക്കാറ്റുപോലെ, അതിരാത്രം, അനുബന്ധം, വാർത്ത, അടിമകൾ ഉടമകൾ തുടങ്ങിയ മൂവികളൊക്കെ ഡയറക്റ്റ് ചെയ്ത് മറ്റൊരു കോമ്പിനേഷൻ കൂടെ സൃഷ്ടിക്കപ്പെടുകയാണ്. നമ്മുടെ IV ശശി, മോഹൻലാൽ, മമ്മൂട്ടി കോമ്പിനേഷൻ. അച്ഛൻ, മകൻ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയ വൈവിധ്യമാർന്ന വേഷങ്ങൾ അവരൊരുമിച്ച് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനിയെങ്കിലും എന്ന ചിത്രത്തിൽ സഹോദരങ്ങളായാണ് അവരൊന്നിച്ചത്. നരസിംഹം, ഹരികൃഷ്ണൻ തുടങ്ങിയ മൂവിയിലൂടെ സുഹൃത്തുക്കളായും നമ്മുടെ മുമ്പിൽ അവരെത്തി. സൗഹൃദത്തിന് മറ്റൊരു മാനം നൽകിയ നമ്മുടെ ഹരിയും കിണ്ണിനെയും നമുക്ക് മറക്കാൻ പറ്റുമോ? വസന്തം പൂത്തൊരുങ്ങിയല്ലോ വരൂ പ്രിയേ. ഇതിനു മുമ്പോ ശേഷോ ഇങ്ങനെ ഒരു ഗസ്റ്റ് റോൾ മലയാള സിനിമയിൽ പിറന്നിട്ടില്ല. രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ. അഭിനയ തികവ് കൊണ്ട് മായാജാലം സൃഷ്ടിച്ചവർ. ഇവരുടെ ഈ ഒരു കോമ്പിനേഷൻ തിരികെ എത്താൻ നമുക്ക് കാത്തിരിക്കാം.